നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനെ മനഃപൂർവ്വം തോൽപ്പിച്ചെന്നാണ് ആരോപണം. തിരുവനന്തപുരം വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് ഈ ഒരു വിമർശനം ഉയർന്നു വന്നത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് മണ്ഡലം സെക്രട്ടറിക്കെതിരെ അടക്കം വിമർശനമുണ്ടായത്. അനുരു അശോകൻ വിവരങ്ങളുമായി ചേരുന്നു. അനുരു, നേരത്തെയും സമാനമായ രീതിയിൽ പല കമ്മിറ്റികളും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ബോധപൂർവം തോൽപ്പിച്ചതാണ് കടകംപള്ളിയെ കഴക്കൂട്ടത്ത് എന്ന തരത്തിൽ. ഇപ്പൊ വഞ്ചിയൂർ ഘടകം പറയുന്നത് എന്തൊക്കെയാണ്? സേതു, കഴക്കൂട്ടത്തെ തോൽവി CPM-നെ സംബന്ധിച്ച് വളരെ ഞെട്ടലുളവാക്കുന്നതായിരുന്നു. കാരണം അത്രയും അടിയുറച്ച കോട്ടയാണ് കഴക്കൂട്ടം CPM-ന്. 2021-ൽ ശോഭാ സുരേന്ദ്രനെ 23,000-ൽ പരം വോട്ടുകൾക്കാണ് കടകംപള്ളി സുരേന്ദ്രൻ പരാജയപ്പെടുത്തിയത്. പക്ഷേ 2026 ആകുമ്പോഴേക്കും കടകംപള്ളി അവിടെ മുരളീധരനോട് പരാജയപ്പെട്ടത് 428 വോട്ടുകൾക്കാണ്. ഈ ഒരു പരാജയത്തിലാണ് ചില നേതാക്കൾ അടക്കമുള്ളവർ ബോധപൂർവമായി കടകംപള്ളി സുരേന്ദ്രനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതും ഈ കാര്യത്തിൽ തോൽവിയിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കേണ്ടതുണ്ട് എന്നും വഞ്ചൂർ ഏരിയ കമ്മിറ്റിയിൽ ആവശ്യമുയർന്നത്, വിമർശനമുയർന്നത്. സമാന സാഹചര്യം കഴിഞ്ഞ യോഗങ്ങളിൽ കഴക്കൂട്ടം ഏരിയ കമ്മിറ്റിയിലും ഉണ്ടായിരുന്നു. കഴക്കൂട്ടം ഏരിയ കമ്മിറ്റിയിലാണെങ്കിൽ ഏരിയ അംഗങ്ങളടക്കമുള്ളവർ കടകംപള്ളിയുടെ പരാജയത്തിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ളൊരു ഗുരുതരമായ ആരോപണം അംഗങ്ങളിൽ നിന്നുണ്ടായി. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സീറ്റ് ലഭിക്കാത്ത ഏരിയ കമ്മിറ്റി അംഗവും മത്സരിച്ച ഏരിയ കമ്മിറ്റി അംഗവും മത്സരിച്ച് പരാജയപ്പെടുകയും ചെയ്ത ഏരിയ കമ്മിറ്റി അംഗവും അടക്കമുള്ളവർ കടകംപള്ളിയുടെ തോൽവിക്ക് ആക്കം കൂട്ടി ഈ പറയുന്ന ഈ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളായ ആറ്റിപ്ര, കുളത്തൂർ, ചന്തവിള, കാട്ടായിക്കോണം അടക്കമുള്ളവർക്ക് വൻതോതിൽ വോട്ട് ചോർച്ചയുണ്ടായി. പലരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. ബോധപൂർവം തന്നെ കടകംപള്ളിയെ തോൽപ്പിക്കാനുള്ള ശ്രമമുണ്ടായി. ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായി. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാത്തത് വലിയൊരു വീഴ്ചയുണ്ടായി. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കേണ്ടത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തന രീതിയായിരുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളാണ് യോഗത്തിൽ ഉയർന്നത്. നേമത്തും സമാന സാഹചര്യത്തിലുണ്ടായ വിമർശനമുണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ തോൽവിയിൽ ജില്ലാ കമ്മിറ്റി പരിശോധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സേതു.